വാർത്തകളിലേക്ക് വിശദമായി. കുട്ടനാട്ടിലെ CPM-ൽ ഭിന്നത രൂക്ഷം. പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് നൽകി. രാജിക്കത്ത് നൽകിയവരിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഇത് ഷാജഹാൻ അനുകൂലമായിട്ടുള്ള നടപടിയാണോ? എന്താണ് ഇവരുടെ കൂട്ടരാജിയിലേക്ക് നയിച്ചത്? രേണുക, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല പാർട്ടിക്കുള്ളിൽ അത്തരമൊരു രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തലവടി, എടത്തു അടക്കമുള്ള പ്രദേശങ്ങളിൽ CPM പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് CPM സമ്മേളന കാലയളവിലുണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായാണ്. കഴിഞ്ഞ CPM സമ്മേളന കാലയളവിൽ രാമങ്കരി അടക്കമുള്ള പ്രദേശങ്ങളിൽ വാഹനം കത്തിക്കലടക്കം പരസ്പരം സംഘർഷമുള്ള സാഹചര്യത്തിലേക്ക് CPM-ലെ ഉൾപ്പോര് നീങ്ങിയിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായി ഇരു വിഭാഗങ്ങളും പാർട്ടിക്ക് പരാതി നൽകുകയും എന്നാൽ തൃപ്തികരമായ നടപടി പാർട്ടി സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തലവടി, ഒപ്പം തന്നെ എടത്വ പ്രദേശങ്ങളിലൊക്കെ CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഏകദേശം 280ഓളം പേരാണ് രാജിവെച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അസംതൃപ്തി, നേതൃത്വത്തോടുള്ള അസംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒരു ഏരിയ കമ്മിറ്റി അംഗവും ഉണ്ട്. എന്തായാലും നാളെ മന്ത്രി സജി ചെറിയാൻ സാന്നിധ്യത്തിൽ അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം അവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നേതൃത്വവുമായുള്ള ഭിന്നതയും പാർട്ടിക്കകത്തുള്ള പ്രാദേശിക പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഈ രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത്. രേണുക, ശരണ്യ, നമുക്കറിയാം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വിഭാഗീയത വളരെ ശക്തമായിരുന്ന ജില്ലയാണ്. പക്ഷേ സജി ചെറിയാൻ അതിൽ വിദഗ്ധമായി ഇടപെടുകയും രണ്ട് വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് നേതൃപരമായ ചില ഇടപെടലുകൾ നടത്താനും കഴിഞ്ഞു. അത് അദ്ദേഹത്തിന് പല നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊടുക്കുകയും മന്ത്രിസ്ഥാനം വരെ എത്തിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാളെ ഒരു യോഗം ചേരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ഈ പ്രശ്നപരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ആലപ്പുഴയിലെ നിലവിലെ പാർട്ടിയുടെ സ്ഥിതി എന്ന് പറയുന്നത് പല പല നേതാക്കന്മാർ അടങ്ങിയ വിവിധ ഗ്രൂപ്പുകളായി ഭിന്നിച്ചു നിൽക്കുന്ന ഒരു രീതിയാണ് ആലപ്പുഴയിലെ പാർട്ടിയിലുള്ളത്. സജി ചെറിയാൻ പാർട്ടിപരമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടെങ്കിൽ പോലും നേതൃത്വത്തിൽ മുൻകൈ എടുത്തു നിൽക്കുന്ന ആളാണെങ്കിൽ പോലും അല്ലാത്ത മറ്റു ഗ്രൂപ്പുകളും ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. മുൻപ് G. സുധാകരനെയും തോമസ് ഐസക്കിന്റെയും നേതൃത്വത്തിൽ രണ്ട് വിഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഭിന്നിച്ചു നിൽക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുടെ കൂട്ടമാണ് ആലപ്പുഴയിലെ CPM. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ സംഘടനാ നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനം പോലും കൈക്കൊള്ളാൻ പലപ്പോഴും പാർട്ടിക്ക് കഴിയാറില്ല. ആർക്കാണ് മേൽക്കൈ അവരെടുക്കുന്ന തീരുമാനത്തിനൊപ്പം മുന്നോട്ട് പോകാൻ മാത്രമുള്ള ഗതികേടിലേക്ക് ആലപ്പുഴയിലെ CPM മാറിയിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടനാട്ടിൽ അടക്കമുള്ള പ്രവർത്തകർ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അത് പാർട്ടി സമ്മേളനങ്ങളുടെ ഭാഗമായി പാർട്ടി പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു വിഭാഗത്തിന്റെ അടിച്ചമർത്തലും അനീതി പൂർവമായ പെരുമാറ്റങ്ങളും ഒക്കെ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ സജി ചെറിയാനൊപ്പം നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളും ഒക്കെയായി ചെറു ഗ്രൂപ്പുകളാണ് ഇപ്പോൾ. പ്രാദേശിക നേതാക്കന്മാരും അവരുടെ ഗ്രൂപ്പുകളും ഒക്കെയാണ് ആലപ്പുഴയിലെ പാർട്ടി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളമായി CPM-നകത്ത് ഉണ്ട്. എന്തായാലും ഈ വിഷയത്തിനകത്ത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ നാളെ യോഗം വിളിച്ചിട്ടുണ്ട്. കുട്ടനാട് ഏരിയ കമ്മിറ്റിയാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. കമ്മിറ്റിയിൽ എത്രമാത്രം പ്രവർത്തകർ വഴങ്ങുമെന്നുള്ളതാണ്. എന്തായാലും 280ഓളം പേർ കൂട്ടരാജിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും ഇതുവരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ ആലപ്പുഴയിലെ ഒരു നേതാവിനും ആ വിഷയത്തിൽ കുട്ടനാട്ടിൽ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. രേണുക, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. CPM കൗൺസിലർ ഷാനവാസിന്റെ വാഹനത്തിലെ ലഹരിക്കടത്തിൽ ആലപ്പുഴയിൽ പാർട്ടിയിലും ചേരിതിരിവ്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ കേസിൽ ഷാനവാസിനെ പുറത്താക്കണമെന്ന നിലപാട് ജില്ലാ സെക്രട്ടറി R. നാസർ സ്വീകരിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രം മതിയെന്ന് സജി ചെറിയാൻ അനുകൂല വിഭാഗം സെക്രട്ടേറിയറ്റിൽ നിലപാടെടുത്തു. ഇവർ അന്വേഷണ കമ്മീഷന്റെ ഭാഗമാണ് എന്നതും പ്രാദേശിക പാർട്ടി പ്രവർത്തകരിൽ കടുത്ത അതൃപ്തിയാണുണ്ടാക്കുന്നത്. കേസിൽ ഷാനവാസിനെതിരെ തെളിവില്ലെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ നേതൃത്വം സസ്പെൻഷനിൽ നടപടി ഒതുക്കിയതിൽ ജില്ലയിലെ സാധാരണ പ്രവർത്തകർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ലഹരിക്കടത്തിൽ ഷാനവാസിന് പങ്കുള്ളതായി തെളിവില്ലെന്നും പക്ഷേ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലെന്നുമാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ പുലർത്തേണ്ട ജാഗ്രത പുലർത്തിയില്ല ഈ കാര്യത്തിൽ എന്നതുകൊണ്ടാണ്
അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് തീരുമാനിച്ചു. അത്ര ഒരു നടപടി ഈ കേരളത്തിൽ ഒറ്റ പാർട്ടിക്ക് എടുക്കാൻ കഴിയും. അത് CPM മാത്രമാണ്. ആരോപണ വിധേയനായ ഷാനവാസ് ആലപ്പുഴയിൽ സജി ചെറിയാൻ വിഭാഗത്തിന്റെ നഗരത്തിലെ പ്രധാന പ്രവർത്തകനാണ്. ജനമധ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ ഷാനവാസിനെ പുറത്താക്കണമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ സെക്രട്ടേറിയറ്റിലെ നിലപാട്. നിരന്തരം പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നയാളെ ഇനിയും വെച്ചു പൊറിപ്പിക്കരുതെന്നും യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ നേരിട്ട് ഷാനവാസിനെ സംരക്ഷിക്കാൻ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും സജിയെ അനുകൂലിക്കുന്ന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ഒന്നടങ്കം ജില്ലാ സെക്രട്ടറിയെ എതിർത്തു. നിലവിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കുന്നതിനുള്ള നടപടി മാത്രം മതിയെന്നായിരുന്നു സജി ചെറിയാന്റെ PS മനു സി പുളിക്കൽ, H. സലാം MLA, G. രാജമ്മ, KH. ബാബുജാൻ, G. വേണുഗോപാൽ, A. മഹേന്ദ്രൻ എന്നിവരുടെ നിലപാട്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടും അംഗീകരിക്കപ്പെട്ടില്ല. ഇതോടെ നടപടി സസ്പെൻഷനിൽ ചുരുങ്ങി. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടി മതിയെന്ന നിലപാടിൽ സെക്രട്ടേറിയറ്റ് അവസാനിപ്പിക്കുകയായിരുന്നു. പാർട്ടി നിയോഗിച്ച കമ്മീഷനിലുള്ള അംഗങ്ങളിൽ ഭൂരിഭാഗവും സെക്രട്ടേറിയറ്റിൽ ഷാനവാസിനെ പിന്തുണച്ചവരാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഗുണം ചെയ്യില്ലെന്ന നിലപാടാണ് കീഴ്ഘടകങ്ങൾക്കുള്ളത്. വാഹനം വാങ്ങിയ വിവരം പാർട്ടിയെ ധരിപ്പിക്കാത്തതൊഴികെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഷാനവാസ് പറഞ്ഞു. ഞാൻ ഒരു സ്വത്ത് വാങ്ങുമ്പോൾ അത് പാർട്ടിയെ അറിയിക്കേണ്ടതായിരുന്നു. അത് അറിയിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമതായി പാർട്ടി പറഞ്ഞ കുറ്റം. ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ വിയോജിപ്പുണ്ടാകാനാണ് സാധ്യത. ന്യൂസ് 18 ആലപ്പുഴ. CPMന്റെയും സർക്കാരിന്റെയും തണലിൽ ലഹരി സംഘങ്ങൾ വളരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഷാനവാസിനെ കൌൺസിലർ സ്ഥാനത്ത് നിന്നും മാറ്റാൻ CPM തയ്യാറാകുന്നില്ല. സജി ചെറിയാന്റെ വലം കൈയാണ് ഷാനവാസ് എന്നും കണ്ണഞ്ചിപ്പിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് ഷാനവാസും സംഘവും ആലപ്പുഴയിൽ ഉണ്ടാക്കിയതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോലീസ് പേരിനെങ്കിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അദ്ദേഹത്തെ കൗൺസിലർ സ്ഥാനത്ത് നീക്കം ചെയ്യാനോ ശക്തമായിട്ടുള്ള പാർട്ടി നടപടികളെടുക്കാനോ CPM നേതൃത്വം തയ്യാറാവുന്നില്ല. CPMന്റെ ഉന്നതരായ നേതാക്കന്മാരുടെ വലങ്കൈയായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ കൗൺസിലർ. വധശ്രമ കേസിൽ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിനെ 10 വർഷം തടവിന് ശിക്ഷിച്ചു. കവരത്തി ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി. MP മുഹമ്മദ് ഫൈസലിന്റെ സഹോദരങ്ങളടക്കം 4 പേർക്കാണ് ശിക്ഷ. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, വധശ്രമ കേസിൽ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന് 10 വർഷത്തെ തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? കോടതി നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ. രേണുക, 2009 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിനിടെയാണ് മുഹമ്മദ് സാലി എന്ന കോൺഗ്രസ് പ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റത്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ PM സെയ്ദിന്റെ മകളുടെ ഭർത്താവാണ് മുഹമ്മദ് സാലിഫ്. ഇത്തരത്തിൽ ഈ മുഹമ്മദ് ഫൈസലും ഒപ്പം ഏതാണ്ട് 32 പേർ ചേർന്നാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. ഇതിൽ ആദ്യഘട്ടത്തെ വിധിയാണ് കവരത്തി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഹമ്മദ് ഫൈസലും സഹോദരങ്ങളും അടക്കം 4 പേർക്കാണ് ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുകയും ചെയ്യുന്നത്. 4 പേരുടെ വിധി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ ഇനിയും വിചാരണ നടപടികൾ തുടരുകയും ചെയ്യും. ഒരു വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഈ NCP കോൺഗ്രസ് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ഈ വധശ്രമത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാൽ ഉണ്ടായ കേസാണ് എന്നാണ് മുഹമ്മദ് ഫൈസൽ പറയുന്നത്. ഈ വധശിക്ഷ വിധിച്ച കവരത്തി കോടതിയുടെ വിധിക്കെതിരെ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഈ സ്റ്റേ വാങ്ങി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ മുഹമ്മദ് ഫൈസൽ പറയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ 1-ാം പ്രതിയായ മഞ്ചേശ്വരം കൊഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. സുരേന്ദ്രൻ ഉൾപ്പെടെ 5 പേരാണ് കേസിലെ പ്രതികൾ. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ 1-ാം പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? എന്തൊക്കെ വകുപ്പുകൾ, എന്തൊക്കെ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നു? രേണുക, മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്നു സുന്ദരിക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയെന്ന ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഈ കേസ്. ഇതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ
ഒന്നാം പ്രതിയാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പട്ടികജാതി പട്ടികവർഗ തടയൽ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും 6 പേരാണ് ഇപ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെ കേസിലെ പ്രതികൾ. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ ഷെട്ടി, യുവമോർച്ച സംസ്ഥാന നേതാവ് സുനിൽ നായക്, വൈ സുരേഷ്, മണികൻ റായ്, ലോകേഷ് നോണ്ട എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ശരി. കോഴിക്കോട് പേരാമ്പ്ര ബിജെപി യോഗത്തിലെ കൂട്ടത്തല്ലും അഴിമതി ആരോപണവും പാർട്ടി അന്വേഷിക്കും. പെട്രോൾ പമ്പ് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പമ്പിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ 1,10,000 രൂപ വാങ്ങിയെന്ന പമ്പ് ഉടമയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. പേരാമ്പ്ര മൂരികുത്തിയിലെ പെട്രോൾ പമ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉടമയിൽ നിന്ന് ബിജെപി മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പണം വാങ്ങിയതായി ഒരു വിഭാഗം ആരോപണമുന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കൂട്ടത്തല്ല് നടന്നത്. പമ്പുടമയായ ബിജെപി പ്രവർത്തകൻ പ്രജീഷിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. പേരാമ്പ്ര ആര്യ ടൂറിസ്റ്റ് ഹോമിൽ ചേർന്ന യോഗത്തിൽ ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് രജീഷിനുൾപ്പെടെ മർദ്ദനമേറ്റു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ അടക്കമുള്ളവർ യോഗത്തിനെത്തിയിരുന്നു. ബിജെപി മണ്ഡലം പ്രസിഡന്റ് രജീഷ്, ശ്രീജിത്ത്, രാഘവൻ എന്നിവർ പണം വാങ്ങിയെന്ന പെട്രോൾ പമ്പുടമ പ്രജീഷിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അത് ആർക്കും പാർട്ടിന്റെ ചുമതലപ്പെട്ട ആൾക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എൻ്റെ പമ്പിലെ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജീഷ് ശ്രീജിത്ത് പൈസയായിട്ട് ഇറങ്ങിപ്പോകുന്നത് ക്യാമറേൻ്റെ അത് കറക്റ്റ് ഉണ്ട്. അതിനുശേഷമാണ് PK കൃഷ്ണദാസിന്റെ പേരാമ്പ്ര പരിപാടി മറ്റു റെസീറ്റ് ഇല്ലാണ്ട് 25,000 ഇപ്പം വീണ്ടും വന്ന് വാങ്ങുന്നത്. 25,000 രൂപ പ്രജീഷിൽ നിന്ന് കൈപ്പറ്റിയതിന് രസീത് നൽകിയതായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ. സോഷ്യൽ മീഡിയയിൽ കണ്ട അറിവിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയായിട്ട് റിപ്പോർട്ട് തേടി അവര് തന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. ബാക്കി നടക്കുന്ന അഭ്യൂഹങ്ങളെ സംബന്ധിച്ച് പാർട്ടി അന്വേഷിച്ചാലല്ലേ മറുപടി പറയാൻ പറ്റും. പാർട്ടി അവരെ വിളിച്ചു വരുത്തും. അതിന് ബോഡി നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ബോഡിയിലേക്ക് അവരെ വിളിച്ചു വരുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അല്ല, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളെപ്പോലെ ഞാൻ തിരുവനന്തപുരത്താണ്, നിങ്ങളെപ്പോലെ വാർത്ത ഞാനും കണ്ടു. അത് ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഒരു വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കപ്പെടാതെ പോവില്ല. സംഭവം BJP മണ്ഡലം കോർ കമ്മിറ്റി അന്വേഷിക്കും. ന്യൂസ് 18 കോഴിക്കോട്. മുഖ്യമന്ത്രിയാകാൻ തയ്യാറെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന കോൺഗ്രസ് എംപിമാരുടെ പ്രതികരണത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മുന്നറിയിപ്പ് നൽകി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ കേരളത്തിൽ നിന്നുള്ള എംപിമാരാണ് ലോക്സഭയിലേക്ക് തങ്ങൾ മത്സരിക്കാനില്ലെന്ന അസാധാരണ പ്രസ്താവനയുമായി നേതൃത്വത്തെ വിഷമസന്ധിയിലാക്കിയത്. കടുത്ത അതൃപ്തിയാണ് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉള്ളത്. ശശി തരൂരാകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇത് കോൺഗ്രസിന്റെ രീതിയല്ലെന്നായിരുന്നു കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. There is some process for the election of the candidate, selection of the candidate. So they should go accordingly. TN പ്രതാപനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതും നേതൃത്വം തള്ളുന്നു. Any person, any leader can, he has a choice and he go to the high command, but ultimately decision is with the high command. Who will contest or who will not contest, this decision only can take by high command. മുഖ്യമന്ത്രിയാകണമെന്ന് ആർക്കും ആഗ്രഹിക്കാമെന്നായിരുന്നു ഹൈബിയുടെ പ്രതികരണം. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി അതിനുവേണ്ടി നിയോഗിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവാമല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ല. എനിക്ക് വല്ല കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടനൊന്നും K സുധാകരനെ മാറ്റില്ലെന്ന സൂചനയും താരിഖ് അൻവർ നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം.
തരൂരിന്റെ മലബാർ പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് മറ്റന്നാൾ തുടക്കമാകും. കോഴിക്കോട് കുറ്റിച്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മറ്റന്നാൾ നടത്തുന്ന സെമിനാറിൽ തരൂർ പങ്കെടുക്കും. നാളെ വൈകിട്ട് കോഴിക്കോട് എത്തുന്ന തരൂർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KNM പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയുമായി മദനി തുടങ്ങിയവരെ സന്ദർശിക്കും. DCCയുടെ അനുമതിയോടെയാണ് കുറ്റിച്ചിറയിലെ സെമിനാർ. വയനാട്ടിൽ വീട്ടമ്മയ്ക്ക് മുതലയുടെ ആക്രമണത്തിൽ പരിക്ക്. പനമരം പരക്കുനിപ്പുഴയിലാണ് യുവതിയെ മുതല ആക്രമിച്ചത്. യുവതിയുടെ കൈക്ക് പരിക്കേറ്റു. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷ്, വയനാട്ടിൽ നിന്നും വന്യമൃഗങ്ങളുടെ ആക്രമണം തുടങ്ങിയ വാർത്തകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി വരുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മുതലയുടെ ആക്രമണം സംബന്ധിച്ച വാർത്ത വരുന്നത്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും വീണ്ടും മറ്റൊരു ആശങ്ക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പനമരം പുഴയിൽ വർഷങ്ങളായി ഇതുപോലെ മുതലയുടെയും ചിങ്കണിയുടെയൊക്കെ സാന്നിധ്യമുണ്ടെങ്കിലും അതൊരു മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ വളരെ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ഈ പനമരം പുഴയുടെ തീരത്തുമുള്ള ആദിവാസി കോളനികളിലുള്ള ആളുകളും കർഷകരും ഒക്കെ തന്നെ ഈ പുഴയാണ് കുളിക്കാനും തുണി അലക്കാനും മറ്റും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കരുതൽ ഉണ്ടാവുക എന്നത് മാത്രമാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആളുകൾക്ക് ആശങ്കയായി. മാത്രമല്ല കർഷകർ ഉൾപ്പെടെ ഈ പശുവിനെയും അവരുടെ കന്നുകാലികളെയും ഒക്കെ കുളിപ്പിക്കുന്നതും ഈ പുഴയിലാണ്. അതും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടെയാണ് പുഴയിൽ തുണി അലക്കുന്നതിനിടെ ഈ സംഭവം ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്നാണ് മുതല പോയത്. എന്തായാലും പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ഈ വീട്ടമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാരണം കൈക്ക് മാത്രമാണ് പരിക്കേറ്റത്. ഈ വനംവകുപ്പ് അധികൃതരുടെ ഇനിയുള്ള നീക്കം എന്താണ്? മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ പുഴയിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും അത്തരമൊരു മുൻകരുതൽ മാത്രമാണ് ഇനി ഇതിൽ വളരെ പ്രായോഗികമായിട്ടുള്ളത്. മുൻപ് അത്തരം മുതലുകളുണ്ട് എന്ന രീതിയിലുള്ള ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഒരു ആശങ്കയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു പുതുക്കലൊന്നും ഉണ്ടായില്ല. എന്തായാലും ഈ സംഭവത്തിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ മുന്നറിയിപ്പ് ബോർഡുകൾക്ക് സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പരിചയമില്ലാത്ത സഞ്ചാരികൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഈ പുഴയിലൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയും വലിയ അപകടങ്ങളിലേക്ക് ചിലപ്പം ഒരുപക്ഷെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ജാഗ്രതയോടെ തീരങ്ങളിലുള്ളവരും കർഷകരും ഒക്കെ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നവരൊക്കെ ജാഗ്രതയോടെ ഇരിക്കണമെന്ന നിർദ്ദേശവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വനം വകുപ്പും ഒക്കെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തേക്ക് കടത്താൻ ശ്രമിച്ച രാസവസ്തു കലർത്തിയ പാൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. പന്തളത്തെ അഗ്രിസോഫ്റ്റ് ഡയറി ഫാമിലേക്ക് കൊണ്ടുവന്ന പാലാണ് ക്ഷീരവികസന വകുപ്പ് പിടിച്ചെടുത്തത്. പാലിൽ മായം ചേർക്കുന്നത് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂസ് 18 പറഞ്ഞു. ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയ 15,300 ലിറ്റർ പാലാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. പുലർച്ചെ 5:30 ക്ഷീരവികസന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന. തമിഴ്നാട് തെങ്കാശിയിലെ അഗ്രിസോഫ്റ്റ് ഡയറിയിൽ നിന്ന് അവരുടെ പന്തളത്തെ പ്ലാന്റിലേക്ക് കൊണ്ടുവരികയായിരുന്നു മായം കലർത്തിയ പാൽ. കൂടുതൽ സമയം കേടാവാതെ സൂക്ഷിക്കാനാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം പിടിച്ചെടുത്ത പാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറി. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും പരിശോധന കൂടുതൽ ശക്തമാക്കിയതായും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂസ് 18 പറഞ്ഞു. കർശനമായ നടപടികൾ ആരോഗ്യ വകുപ്പും നമ്മുടെ ക്ഷീരവികസന വകുപ്പും എടുക്കുമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. ആ നിലയിലേക്ക് പോകണം. കാരണം ഇത്തരത്തിലുള്ള പാല് നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഉപയോഗിക്കത്തക്ക നിലയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ഈ നല്ല പാല് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മായം ചേർത്ത പാൽ പിടിച്ചെടുത്താൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ്. പാൽ തിരിച്ചയക്കാതെ നശിപ്പിക്കണമെന്നാണ് ക്ഷീരവികസന വകുപ്പിന്റെ ആവശ്യം. അതിർത്തികളിൽ കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ അനുവദിക്കണമെന്ന് ധനവകുപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂസ് 18 പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. ബഫർ സോണുമായി ബന്ധപ്പെട്ട് കരട് വിജ്ഞാപനത്തിൽ ഇളവ് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. വിധിയിൽ വ്യക്തത തേടിയുള്ള ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും കർഷക സംഘടനകളുടെയും ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കും.
ഇളവുകൾ നൽകുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി പറഞ്ഞത് ആശ്വാസകരമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. സുപ്രീംകോടതിയുടെ നിലപാടിൽ പ്രതീക്ഷയുണ്ട്. ഇന്നലെ വരെ 76,000 പരാതികൾ ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കോടതി മുമ്പാകെ സമർപ്പിച്ച ഹർജികൾ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുകയുണ്ടായി. ആ പരിഗണിക്കുന്ന ഘട്ടത്തിൽ 2 അപേക്ഷകളും ഒരുമിച്ച് പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം സാധാരണ കാണാത്ത വിധത്തിൽ ഇളവുകൾ നൽകുന്ന കാര്യം പരിഗണിക്കും എന്നുകൂടി ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയുടെ ആ നിലപാടാണ് പ്രതീക്ഷയ്ക്കും ആശ്വാസത്തിനും വക നൽകുന്ന നിലപാടായി സർക്കാരും കാണുന്നത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. വാർത്തകൾ തുടരുന്നു. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ശബരിമലയിൽ മകരവിളക്ക് ദിവസമായ ജനുവരി 14 ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം ഉച്ചയ്ക്ക് 12 മണിവരെ മാത്രം. അതിനുശേഷം ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കില്ല. മകര സംക്രമ പൂജ 14 രാത്രി 8:45 നടക്കും. തുടർന്ന് പിറ്റേ ദിവസമായിരിക്കും ഭക്തരെ പ്രവേശിപ്പിക്കുക. മകരവിളക്ക് ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭക്തരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി. അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏലക്കയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുണ്ടെന്നും ഇത് സുരക്ഷിതമല്ലെന്നും കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധയുണ്ടാകുന്നു. ഇതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആലോചിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, ശബരിമലയിൽ അരവണയിൽ ഉപയോഗിക്കുന്ന ഏലക്കയുമായി ബന്ധപ്പെട്ടാണ് കോടതി നടപടികളെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ സാധാരണക്കാരനും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് വരെ ഗുണകരമാകാവുന്ന ഇടപെടലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്ത് നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ കോടതി നൽകിയത്? രേണുക, ശബരിമലയിൽ ഭക്തരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനാണ് ഈ ഉത്തരവാദിത്തമുള്ളത്. അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏലക്കയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുണ്ടെന്നും ഇത് സുരക്ഷിതമല്ലെന്നും കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കുഴിമന്തി മൂലമുണ്ടായ മരണവും കോടതി പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. ജനങ്ങൾ ഇക്കാര്യങ്ങളൊന്നും കാര്യമായി എടുക്കുന്നില്ലേ? ഇത് പ്രതിരോധിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം എന്ത് കുഴപ്പമുണ്ടായാലും ഏലക്ക വിതരണം ചെയ്യുന്ന കരാറുകാരൻ ഉൾപ്പെടെ ബാധ്യസ്ഥനായിരിക്കും എന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിശദീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും വലിയൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ശബരിമലയിൽ അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏലക്ക ഭക്ഷ്യയോഗ്യമല്ല എന്ന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയത്. അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 14 കീടനാശിനികളുടെ സാന്നിധ്യവും FSSA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് പരിഗണിച്ചത്. ഈ ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്കിടെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രേണുക, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.
മകരവിളക്ക് മഹോത്സവത്തിന് വിപുലമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളുമായി പോലീസ്. എല്ലാ പ്രധാന വ്യൂ പോയിന്റുകളിലും എസ്പിമാരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ വിന്യാസം. മകരജ്യോതി ദർശനത്തിന് ഭക്തർ കൂടുതലായി എത്തുന്ന പുല്ലുമേട്ടിലും പാണ്ടിത്താവളത്തും എറണാകുളം റേഞ്ച് DIG A. ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. മകരജ്യോതി ദർശനത്തിന് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൻ ഭക്തജന തിരക്കുണ്ടായേക്കുമെന്ന വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ വിപുലമായ സുരക്ഷാ വിന്യാസം. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലായി ഓഫീസർമാരുൾപ്പെടെ 2958 പേരാണ് സേവന രംഗത്തുള്ളത്. പുല്ലുമേടും പാണ്ടിത്താവളവും ഉൾപ്പെടെയുള്ള 8 വ്യൂ പോയിന്റുകളിലും എസ്പിമാരുടെ മേൽനോട്ടത്തിലാകും സുരക്ഷ ഒരുക്കുക. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ജ്യോതി ദർശനത്തിന് തമ്പടിക്കുന്ന ഇടങ്ങളിൽ എറണാകുളം റേഞ്ച് DIG A. ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. ഇടുക്കി ജില്ലയിൽ 3 വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത്. പരന്തപ്പാറ, പാഞ്ചാലിമേട്, പുല്ലുമേട്. അവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും വിലയിരുത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവിടെ പുല്ലുമേടിൽ നിന്നും ഇങ്ങോട്ടേക്ക് യാത്രയിൽ എന്താണ് ഉള്ള യാത്ര മനസ്സിലാക്കാനാണ് ഇന്ന് ചെയ്തത്. അവിടെ പുല്ലുമേടിൽ ബാക്കി 2 സ്ഥലങ്ങൾ പരന്തപ്പാറ ആസ് വെൽ ആസ് പാഞ്ചാലിമേട് മതിയായ ക്രമീകരണങ്ങളുണ്ട്. അതിലെ പക്ഷേ പുല്ലുമേടിൽ മതിയായ ക്രമീകരണങ്ങളുണ്ട്. 2 DVSമാരും അവിടെ SP ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു 10,000 ക്രൗഡാണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. 14-ാം തീയതി വൈകുന്നേരം അവിടെ നന്നായിട്ട് ദർശിക്കാനും പിന്നെ നന്നായിട്ട് വേറെ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ തിരിച്ചു പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സോപാനം, 18-ാം പടി, മാളികപ്പുറം, നടപ്പന്തൽ, ശരംകുത്തി തുടങ്ങി 12 സെക്ടറുകളിലായാണ് സേനാ വിന്യാസം. DYSPമാർക്കാണ് സെക്ടറുകളുടെ ചുമതല. സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസർ ES ബിജുമോന്റെ നേതൃത്വത്തിൽ 1875 പേരാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കോവിഡിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു മകരവിളക്കായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പം നിലവിലുള്ള നമ്മുടെ ഇപ്പോൾ ഒരു സ്കീമിൽ പോകുന്നതിനെ 12 സെക്ടറായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിപ്പം DYSPമാരുടെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ എണ്ണം കൂട്ടി ആ സമയത്തേക്ക് നമ്മൾ അഡീഷണൽ സെക്ടറുകൾ DYSPമാരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസിനെയും കൂടെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടെ ആളുകളെ പുറത്തേക്ക് വിടാമെന്നുള്ള പുതിയ എക്സിറ്റ് വഴികളെല്ലാം ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും സംയുക്ത പരിശോധനയിൽ കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദ്രുതകർമ്മസേനയും ദുരന്ത നിവാരണ സേനയും അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജരായി രംഗത്തുണ്ട്. ന്യൂസ് 18 സന്നിധാനം. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്മിക്ക്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകി വരുന്നതാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മകരവിളക്ക് ദിവസമായ ജനുവരി 14 രാവിലെ 8 സന്നിധാനം ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. മേള പ്രമാണി സ്ഥാനത്ത് നിന്ന് മാറ്റിയ പാറമേക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നതായി പെരുവനം കുട്ടന്മാരാർ. തന്റെ വളർച്ചയിൽ തൃശൂർ പൂരത്തിന്റെ സ്വാധീനം വലുതാണ്. തൃശൂർ പൂരത്തിന്റെ വലിപ്പമാണ് തന്റെ വലിപ്പം. 24 വർഷം പ്രമാണിയായെന്നും ഇതുവരെ എത്താൻ കഴിഞ്ഞത് മഹാഭാഗ്യമെന്നും പെരുവനം പറഞ്ഞു. 46 കൊല്ലം തലയിൽ കുത്തി ഒരു കലാകാരനെ സംബന്ധിച്ച് മഹാഭാഗ്യമായ ഈ സംഭവം സാധിച്ചത് പാറമേക്കാവ് ഭഗവതിയുടെ അനുഗ്രഹം, ദേവസ്വത്തിന്റെ സഹകരണം, ആസ്വാദകരുടെ പ്രോത്സാഹനം, പിന്നെ ഈ പ്രശസ്തി ഉണ്ടാക്കിയതൊക്കെ നിങ്ങളാണ്, മീഡിയാസ്. ഞാൻ പ്രമാണം തുടങ്ങിയ കൊല്ലം പോലെയാണ് നമുക്ക് ഈ ചാനലുകളൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയത്. അപ്പോ എന്റെ വലിപ്പം എന്ന് പറയുന്നത് പൂരത്തിന്റെ വലിപ്പമാണ്, പൂരങ്ങളുടെ വലിപ്പമാണ്. ഇലഞ്ഞിത്തറ മേള പ്രമാണി സ്ഥാനത്തു നിന്ന് കഴിഞ്ഞ ദിവസമാണ് പാറമേക്കാവ് ദേവസ്വം മാറ്റിയത്. കിഴക്കൂട്ട് അനിയന്മാരാണ് പുതിയ പ്രമാണി. 40 വർഷത്തിലേറെയായി തൃശൂർ പൂരത്തിന് കിഴക്കൂട്ട് അനിയന്മാരാരുണ്ട്. വാർത്തകൾ തുടരുന്നു. പാലക്കാട് കുഴൽമന്ദത്ത് KSRTC ബസ്സിടിച്ച് 2 യുവാക്കൾ മരിച്ച സംഭവത്തിൽ നടപടി. KSRTC ഡ്രൈവർ CL ഔസേബിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. ഔസേബ് സർവീസിൽ തുടർന്നാൽ കൂടുതൽ മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുമെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ വിമർശനം. 2022 ഫെബ്രുവരി 7-നാണ് KSRTC ബസ് തട്ടി ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ് പാലക്കാട് കാവശ്ശേരി സ്വദേശി ആദർശ് മോഹൻ, കാസർഗോഡ് സ്വദേശി സബിത് എന്നിവർ ദാരുണമായി കൊല്ലപ്പെട്ടത്. KSRTC ഡ്രൈവർ പീച്ചി സ്വദേശി CL ഔസേബിന്റെ ഗുരുതര വീഴ്ചയാണ് അപകട കാരണം.
ഇത് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത്. ഇയാൾക്കെതിരെ നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തിരുന്നു. താൻ നിരപരാധിയാണെന്നും ലോറിക്കടിയിൽപ്പെട്ടതാണ് മരണകാരണമെന്നുമായിരുന്നു ഔസേപ്പിന്റെ വിശദീകരണം. എന്നാൽ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഔസേപ്പിന്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായെന്ന് തെളിഞ്ഞു. വേഗത കുറയ്ക്കാൻ ശ്രമിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ 2 ജീവനുകൾ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നായിരുന്നു റിപ്പോർട്ടിലുള്ളത്. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ലാഘവത്തോടെയാണ് ഇയാൾ വാഹനം ഓടിച്ചതെന്നും ഇനിയും സർവീസിൽ തുടർന്നാൽ മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത്. ഔസേപ്പ് തുടരുന്നത് KSRTCക്ക് അതിഭീമമായ സാമ്പത്തിക നഷ്ടവും സൽപ്പേരിന് കളങ്കമുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഔസേപ്പിനെ പിരിച്ചുവിട്ട നടപടിയിൽ തൃപ്തരാണെന്ന് മരിച്ച യുവാക്കളുടെ കുടുംബം വ്യക്തമാക്കി. എന്നാൽ മറ്റ് നിയമ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം പാറ്റൂർ ഗുണ്ട ആക്രമണ കേസിലെ 2 പ്രതികൾ പിടിയിൽ. ആക്രമണം നടത്തിയ സംഘത്തിൽപ്പെട്ട ഇബ്രാഹിം, സൽമാൻ എന്നിവരാണ് പിടിയിലായത്. കേസിലെ മുഖ്യപ്രതി ഓംപ്രകാശിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ഞായറാഴ്ച പുലർച്ചെ 3:40 പാറ്റൂർ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു ആക്രമണം. കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയായ മുട്ടട സ്വദേശി നിധിൻ, സുഹൃത്തുക്കളായ ആദിത്യ, പ്രവീൺ, ടിൻഡു ശേഖർ എന്നിവർക്കാണ് വെട്ടേറ്റത്. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഓംപ്രകാശും സംഘവുമാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു പരിക്കേറ്റവരുടെ മൊഴി. ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഓംപ്രകാശും കൂട്ടാളികളും ഒളിവിൽ പോയി. 4 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിനെതിരെ വലിയ വിമർശനത്തിന് കാരണമായി. ഒടുവിൽ ബംഗളൂരുവിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് സംഘത്തിലെ 2 പേർ പിടിയിലായത്. ഓംപ്രകാശിന്റെ ഡ്രൈവർ ഇബ്രാഹിം, സംഘത്തിലുണ്ടായിരുന്ന സൽമാൻ എന്നിവരാണ് പിടിയിലായത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഗുണ്ടാ നേതാവ് ഓംപ്രകാശിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നത് പോലീസിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിന് സമീപം മറ്റൊരു ഗുണ്ടാത്തലവൻ പുത്തൻപാലം രാജേഷ് കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട രാജേഷിനെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കാടിറങ്ങുന്ന വന്യത. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. പിള്ളത്തോട് പാലത്തിനടുത്താണ് 9 ആനകൾ ഇറങ്ങിയത്. 9 എണ്ണുണ്ട്. 9 എണ്ണം. ആ ബാക്കിൽ മുറുക്കാൻ വലുത്. എനിക്ക് ഷൂട്ട് ചെയ്യും. പുലിക്കണ്ണി കാരിക്കുളം കടവ് ഭാഗത്തു നിന്നാണ് ആനകൾ ഇറങ്ങിയത്. തുടർന്ന് ഈ ആനകൾ കൊച്ചി മലബാർ റബ്ബർ എസ്റ്റേറ്റിലേക്ക് കയറി. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും ആനകൾ ഇറങ്ങിയിരുന്നു. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് വനം വകുപ്പ് ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷേ പലരും അത് കേൾക്കാറില്ല. അങ്ങനെ ഭക്ഷണം നൽകുന്നതിലെ അപകടം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കാണാം. ശ്രീലങ്കയിലെ മൊണോറാഗലയിലെ യാല ദേശീയ പാർക്കിൽ നിന്നുള്ളതാണ് ഈ കാഴ്ച. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്.
മൂന്നാർ തണുത്ത് വിറയ്ക്കുകയാണ്. ശൈത്യകാല സീസണിൽ ആദ്യമായാണ് താപനില -ഡിഗ്രിയിൽ എത്തിയത്. മഞ്ഞുമൂടിയ പുൽമേടുകൾ കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് മൂന്നാറിൽ. കന്നിമല, ചെണ്ടുവാര, ചിറ്റുവാര, എലപ്പെട്ടി, ലക്ഷ്മി, സെവൻമല, ലോക്കാട് എന്നിവിടങ്ങളിലാണ് താപനില -ഡിഗ്രിയിലെത്തിയത്. സാധാരണ ഡിസംബർ ആദ്യം തന്നെ താപനില -ഡിഗ്രിയിലെത്തും. ഇക്കുറി അല്പം വൈകി. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ വട്ടവടയിലെ കൃഷിയിടങ്ങളും മഞ്ഞിൽ കുളിച്ചു നിൽക്കുകയാണ്. വർഷം മുൻപ് -4 ഡിഗ്രി വരെ താപനില എത്തിയിരുന്നു. ഏതാനും വർഷങ്ങളായി -1 ഡിഗ്രി വരെയാണ് താപനില താഴുന്നത്. വരും ദിവസങ്ങളിലും മഞ്ഞു പെയ്യുന്ന മൂന്നാറാകും സഞ്ചാരികളെ വരവേൽക്കുക. ന്യൂസ് 18 മൂന്നാർ. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. ഭക്ഷ്യവിഷബാധയൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇപ്പോൾ